വിദ്യാർത്ഥിയാണ്. സെന്റ് മേരീസ് എൽ പി സ്കൂളിന്റെ നവതി സമാപനത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ മാനേജ്മെന്റിന്റെയും അതുപോലെ അധ്യാപക സമൂഹത്തിന്റെ രക്ഷിതാക്കളുടെ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും നാടിന്റെ മുഴുവൻ സന്തോഷത്തിൽ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പങ്കുചേരുകയും ബഹുമാനപ്പെട്ട CCG സന്യാസ സമൂഹം നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള സേവന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്ഥാപനം എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. 90 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ സ്ഥാപനം അനേകായിരം വിദ്യാർത്ഥികൾക്ക് അനുകൂലതകൾക്കാണ് അറിവിന്റെ വെളിച്ചം പകർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ പാലായിലോ പരിസര പ്രദേശത്തോ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഒട്ടേറെ പേർക്ക് സേവനം ചെയ്യാനുള്ള ഒരു അറിവിന്റെ തുടക്കം കുറിച്ച വിദ്യാലയമാണ്. 90 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നീണ്ട കാലാവധിയാണ് എങ്കിൽ പോലും ഇനിയും എത്രയോ വർഷങ്ങൾ, നൂറുകണക്കിന് വർഷങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറെടുക്കുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെ 5 വർഷക്കാലം ഫൗണ്ടേഷൻ കോഴ്സാണ് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ കുട്ടികൾക്ക് ഒരു അടിസ്ഥാനം, എല്ലാ കാര്യങ്ങളിലും ഒരു അടിസ്ഥാനം പഠിക്കും. അതിനുശേഷമാണ് അവർ വിവിധ വിഷയങ്ങളിലേക്ക്, വിവിധ ഘട്ടങ്ങളിലേക്ക് കടക്കുന്നത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ നമുക്കറിയാം, നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെ, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് രാജ്യത്ത് മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എടുത്താൽ കേരളമാണ്. പക്ഷേ നമുക്കറിയാം, ആ ഒരു മുന്നേറ്റത്തിൽ ഇതുപോലുള്ള സ്ഥാപനം, അതുപോലെ സ്വകാര്യ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് ആർക്കും നിഷേധിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിച്ച് മികവോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഏജൻസികൾക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ടത്. നമ്മളിന്ന് പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ PJ ജോസഫ് സാർ ഒരു വിദ്യാഭ്യാസ ദിനമായി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് സംഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉന്നത വിദ്യാഭ്യാസം അവിടെ നിൽക്കട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിലേക്കാണ്, നമ്മുടെ താഴെ തലത്തിലാണ്. അവിടെ മികച്ച പരിശീലനം കൊടുത്ത് നന്നായി നമ്മുടെ കുട്ടികളെ അഭ്യസിപ്പിച്ച് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവർ ശോഭിക്കാനായിട്ട് പോവുകയുള്ളൂ. ഭാഷയുടെ കാര്യത്തിൽ പൊതുവിൽ അവർ നല്ല സ്വഭാവശുദ്ധിയോടുകൂടി, മൂല്യബോധത്തോടുകൂടി വളർന്നു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഭാവിയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിക്കേണ്ടവരാണ് ഇവിടെ. ആ നിലയിലേക്ക് അവരെ കുഞ്ഞനാൾ മുതൽ പരിശീലിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവരെ തീർച്ചയായിട്ടും അവരേറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാനും അവിടെയൊക്കെ അവർക്ക് ശോഭിക്കാനും തീർച്ചയായിട്ടും കഴിയുകയുള്ളൂ. ഇവിടെ അഭിനന്ദ പിതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അധ്യാപകരും ഒക്കെ ഈ സ്ഥാപനത്തിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പരിശീലനം തീർച്ചയായിട്ടും അത് തുടക്കം മുതൽ നമ്മളുടെ കത്തൻഡേഴ്സർ ഈ രംഗപൂജ പരിപാടികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുമായിരുന്നു. വാസ്തവത്തിൽ അതാണ് വേണ്ടത്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മളിത് ഈ അറിവിന്റെ യുഗത്തിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ജോലിയെടുത്ത് ജീവിക്കാനായിട്ട് പക്ഷെ കഴിഞ്ഞെന്ന് വരുന്നത്. അപ്പൊ അവിടെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും വിലയിരുത്തപ്പെടുന്നത് വെറുതെ ഡിഗ്രിയുടെ ഒരു കണക്കല്ല. അവർക്ക് അവരേറ്റെടുക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള അറിവുണ്ടോ, അഭിരുചിയുണ്ടോ, കഴിവുണ്ടോ എന്നുള്ളതാണ് അവിടെയൊക്കെ മാറ്റിവെക്കപ്പെടുന്നത്. അപ്പൊ അതിന് പറയുന്ന രീതിയിൽ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. അവരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ സ്വഭാവശുദ്ധി, മൂല്യബോധമുള്ളവരായി വളർത്തുകയാണ്. അതിനൊക്കെയുള്ള നല്ല അടിത്തറ പാകുന്ന സെന്റ് മേരീസ് എൽ പി സ്കൂൾ 90 വർഷത്തെ സേവനത്തിൽ നല്ല പ്രശസ്തമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള സേവനം നൽകി അവധിയുടെ നിറവിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ബന്ധപ്പെട്ട